ഒരു യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ആലപ്പുഴ സ്വദേശി ജോസ് പിടിയിലായി. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ആലപ്പുഴ ടൗണിൽ ഉണ്ടാകുന്നത്. ആലപ്പുഴ ടൗണിനടുത്തുള്ള CB വാർഡിലാണ് ഈ സംഭവം അരങ്ങേറിയത്. ഈ പെൺകുട്ടി 18 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പിടിയിലായ ജോസിന് ഇവരുടെ കുടുംബവുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുടെ ഭാഗമായി ഏറെ നാളുകളായി ഒരു തർക്കം അവിടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയും അതേ രീതിയിൽ ഈ ജോസ് സ്ഥിരം മദ്യപാനാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെയും മദ്യപിച്ചെത്തിയ വീട്ടുകാരെ വലിയ തോതിൽ അസഭ്യം പറയുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി മാത്രമേ വീട്ടിലുള്ളൂ. 18 വയസ്സുകാരി ഒറ്റയ്ക്കാണ് വീട്ടിൽ ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിയ പ്രതി കയ്യിൽ 1 ലിറ്റർ പെട്രോളുമായി എത്തി ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ, അത് സിഗരറ്റ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ കൊളുത്താൻ ശ്രമിക്കുന്നതിനിടെ ഈ ജോസിനെ തള്ളി മാറ്റി പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. നേരെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പെൺകുട്ടി ഓടിയെത്തിയത്. അവിടെ എത്തി വിവരം പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് ജോസിന്റെ വീട്ടിലെത്തി ജോസിനെ പിടികൂടി കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും വലിയ ഒരു സംഭവമാണ് ഒഴിവായത്. വലിയൊരു അപകടമാണ്, ദുരന്തമാണ് ഒഴിവായത്. ഒരുപക്ഷേ ഈ ദേഹത്ത് വീണിരുന്ന പെട്രോളിലേക്ക് തീ പടർന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും അതിന് മുന്നേ തന്നെ പെൺകുട്ടി മനോധൈര്യത്തോടെ അയാളെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാൻ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് ആശ്വാസകരം. എന്തായാലും ഈ ജോസ് സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. ഇന്നലെയും മദ്യപിച്ച് അതിന്റെ പുറത്താണ് ഈ അക്രമം നടത്തിയത്. എന്തായാലും പെൺകുട്ടി ഇപ്പോൾ സുരക്ഷിതയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ജോസിനെയും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് തന്നെ അയാൾ കാര്യമായി ഒന്നും വിട്ടു പറയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും അയാളെ കാര്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.